സംസ്ഥാനത്ത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നൽകുന്നത് വ്യാപകം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് ഉൾപ്പെടെയാണ് വ്യാജമായി നിർമ്മിച്ചു നൽകുന്നത്. ന്യൂസ് മലയാളം അന്വേഷണം കാണാം. അക്ഷയ സെന്റർ വഴി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്നത് പുതിയ സംഭവമല്ലെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയതിന് നെയ്യാറ്റിൻകരയിൽ അക്ഷയ ജീവനക്കാരി പിടിയിലാകും വരെ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയിൽ ആർക്കും സംശയം തോന്നിയിരുന്നില്ല. ഇത് തിരുവനന്തപുരം മാറനല്ലൂർ സ്വദേശിക്ക് ഊരൂട്ടമ്പലം അക്ഷയ സെന്ററിൽ നിന്നും നൽകിയ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനത്തിലെ ജോലിക്കായാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈനായി അപേക്ഷിച്ചത്. 700 രൂപ ഫീസും അടച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇമെയിലിൽ അക്ഷയ സെന്റർ ജീവനക്കാരി സർട്ടിഫിക്കറ്റ് അയച്ചു നൽകി. സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് തട്ടിപ്പ് പുറത്തറിയുന്നത്. ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് മറ്റൊരാളുടെ പേരും വിലാസവും. ബാങ്കിംഗ് സ്ഥാപനം നടത്തിയ പരിശോധനയിലാണ് സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന് കണ്ടെത്തിയത്. സർട്ടിഫിക്കറ്റ് വന്ന ഇമെയിൽ തെളിവായതിനാൽ തലനാരിഴയ്ക്കാണ് ഈ ചെറുപ്പക്കാരൻ കേസിൽ നിന്നും രക്ഷപ്പെട്ടത്. PCCക്ക് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ കൊടുത്തു. ഒരു PCC അവരെനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ ഏജൻസിയിൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ അത് ബാങ്കിന് അയച്ചു കൊടുത്തതാണ്. ബാങ്കിന് അയച്ചു കൊടുത്ത് അവരെ ഓഡിറ്റിങ്ങിൽ ഇത് ഞാൻ ഫേക്കായിട്ട് ഉണ്ടാക്കിയെന്നുള്ള ഇതിൽ ബാങ്കിൽ നിന്ന് എനിക്കൊരു ഏജൻസിയിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് അതിലൊരു ഡോക്യുമെന്റ്, കാരണം അതിലൊരു QR കോഡുണ്ട്. അത് സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് പകരമായിട്ട് വേറൊരു വ്യക്തിയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് പിന്നെ നമ്മളെ മാനേജർ എന്നെ വിളിച്ചുകൊണ്ട് എന്നെ സ്റ്റേഷനിൽ പോയിട്ട് അത് ചെക്ക് ചെയ്യാന്നുള്ള ഇതിൽ പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് സംഭവം. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ ഒരു അപേക്ഷ പോലും അവിടെ പോയിട്ടില്ല. പിന്നെ ഞാനിത് മെയിൽ വഴിയാണ് അയച്ചു കൊടുത്തത്. എനിക്കിത് തന്നത് മെയിൽ വഴിയാണ്. അക്ഷയ സെന്ററുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ആദ്യമായല്ല. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട അക്ഷയ സംസ്ഥാന പ്രൊജക്ട് ഓഫീസ് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പരീക്ഷാ കൺട്രോളറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സർക്കുലർ. എന്നാൽ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നെയ്യാറ്റിൻകരയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ്. ജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് അക്ഷയ സെന്ററുകൾക്ക് മാനദണ്ഡം നിർദ്ദേശിച്ചിട്ടുണ്ട്. പല അക്ഷയ കേന്ദ്രങ്ങളും ആവശ്യം കഴിഞ്ഞാൽ രേഖകൾ കത്തിച്ചു കളയുകയാണ് പതിവ്. എന്നാൽ ചിലയിടങ്ങളിൽ ഈ രേഖകൾ മറ്റുള്ളവർക്ക് കൈമാറുന്നു. ഈ രേഖകൾ കരസ്ഥമാക്കി പണം തട്ടുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും പരാതിയുണ്ട്. ഒരു കാള് വന്നു. അപ്പോൾ ഞാൻ കാളെടുത്തപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഞങ്ങളുടെ ആരാ, അത് പാൻ കാർഡ് ഓഫീസിൽ നിന്ന് വന്നതാണ്. എന്താ കാര്യം? എന്ത്? അത് ഇന്നയാളുടെ പാൻ കാർഡ് കിട്ടിയില്ലല്ലോ, നിങ്ങളൊരു 550 രൂപ അടയ്ക്കണം. പാൻ കാർഡ് നാളെ പിന്നെ ഞാൻ പറയുന്ന നമ്പറിലത്തേക്ക് ഗൂഗിൾ പേ ചെയ്ത് തരുമ്പോൾ ഞാൻ പറയുന്നിടത്ത് കൊണ്ടു തന്നോളാം, നിങ്ങൾ അഡ്രസ്സും പറഞ്ഞു തന്നാൽ മതി. എനിക്ക് പാൻ കാർഡും കിട്ടി. 6 മാസവും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി. ഇയാൾ വീണ്ടും എന്നെ വിളിച്ച്, നിങ്ങൾ എത്ര മണിയായി ഇപ്പോഴേ? രാത്രി 8 മണി. രാത്രി 8 മണിക്ക് ആരടാ നിനക്ക് പാൻ കാർഡ് ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്? ഇതിന്റെ ഫലം നീ നാളെ അറിയും എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ വീണ്ടും ഞാൻ അവരെടുത്ത് പറഞ്ഞ അവര് സൈബർ സെല്ലുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. നേരത്തെ ഭൂമി തരംമാറ്റൽ അപേക്ഷകളുമായി ബന്ധപ്പെട്ട് പരാതികൾ വ്യാപകമായപ്പോൾ വിജിലൻസ് പരിശോധന കർശനമാക്കിയിരുന്നു. അക്ഷയ സെന്ററുകൾ അനുവദിക്കുന്നത് മുതൽ പ്രവർത്തിക്കുന്നതിലും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും വരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടെങ്കിലും ഒന്നും പാലിക്കപ്പെടുന്നില്ല. എല്ലാ അക്ഷയ സെന്ററുകളും ഇങ്ങനെയാണെന്നല്ല. ഭൂരിഭാഗം അക്ഷയ കേന്ദ്രങ്ങളും മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്നതിൽ സംശയമില്ല. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സാധാരണ ജനങ്ങളാകും ബുദ്ധിമുട്ടിലാകുക. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.